എവരി വൺ, ദിസ് ഈസ് മീ നിയ ആൻഡ് യു ആർ വാച്ചിങ് നിയ ഡയറീസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ നീച്ച് വരിക ഗൈസ്. ഇന്ന് ക്ലാസ്സില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം കൂടെ നമ്മൾ കിടന്നുറങ്ങി. ഇപ്പോഴാണ് എണീറ്റ് വരുന്നത്. അപ്പോൾ വന്നേക്കുന്ന ഞാൻ ടെറസിൻ്റെ മുകളിലോട്ടൊക്കെ വന്നു. വിറ്റാമിൻ ഡി നല്ല കുറവാണ് ഗൈസ്, എന്ത് ചെയ്യാനാവും. അപ്പോൾ അവിടെ നല്ല സൂര്യനുണ്ട്, സൂര്യൻ എന്നെ നോക്കി നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച, നാളെയാണ് ഗൈസ് പെരുന്നാളൊക്കെ. അപ്പോൾ നമുക്കിന്ന് ഈദ് പ്രിപ്പറേഷൻ ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കാം. എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പോയി ചായ കുടിക്കാം, എന്നിട്ട് കുറേ പരിപാടികൾ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിന്ന് പാലപ്പം അതേപോലെ തന്നെ കടലക്കറിയാണ്. അപ്പോൾ ഇതങ്ങ് സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ മാറ്റങ്ങി പോന്നിട്ട് ഡ്രസ്സ് എടുക്കാനാട്ടോ. പെരുന്നാളായി ഡ്രസ്സ് എടുക്കണമല്ലോ. സോ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് കരുതി ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ എങ്ങോട്ടാണ് പോകണേന്ന് നമ്മൾ ഇപ്പോൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പോയിട്ട് എന്നിട്ട് പിന്നെ എല്ലാ കടകളും കയറി നോക്കും, ഇഷ്ടപ്പെട്ടെടുക്കും, തിരിച്ചു പോരും, അത്ര തന്നെ. അപ്പോൾ നമുക്ക് പോകാം. ഇതെന്റെ കക്കിയാപ്പയാണ്. എന്റെ മുന്നിൽ ക്യാമറ വെക്കരാം. പിന്നെ നമുക്കൊരു വണ്ടിയൊക്കെ കിട്ടി നമ്മൾ നേരെ മണ്ണാർക്കാട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തൊരു ഭ്രാന്ത് പിടിച്ച പണിയെന്ന് വെച്ചാൽ കട ചൂസ് ചെയ്യണം. ഏത് കടയ്ക്കാണ് പോകണമെന്ന് ആദ്യം ഡിസൈഡ് ചെയ്യണം. അതാണ് ഏറ്റവും വലിയ പണിയെന്ന് വെച്ചാൽ. ഇപ്പം നമ്മളങ്ങനെ ഒരു സ്ഥിരമായിട്ടൊരു കടയൊക്കെ പോകുന്ന ആൾക്കാരൊന്നുമല്ല. കാണും, ഇഷ്ടപ്പെടും, അങ്ങനെ കയറി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം എനിക്കിഷ്ടപ്പെട്ട കടയൊക്കെ പോകാമെന്ന് കരുതിയിട്ട് നമ്മൾ നേരെ ഇനി അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പം അങ്ങനെ ഷോപ്പൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. ഞാനാണെങ്കിൽ അവിടെ ചെന്നിട്ട് കുറേ ഡ്രസ്സ് എടുക്കുന്നു, ഇട്ട് നോക്കുന്നു, ട്രയൽ ചെയ്യുന്നു, വീണ്ടും മൂടിയിടുന്നു, വീണ്ടും ഇട്ട് നോക്കുന്നു. അതായിരുന്നു കേട്ടോ. എനിക്ക് ഫുള്ള് കൺഫ്യൂഷനായിരുന്നു. നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. നല്ല കളക്ഷൻസ് ഉണ്ടാകുമ്പോൾ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ. അപ്പോൾ അതായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ഡ്രസ്സൊക്കെ എടുത്തു, അങ്ങോട്ട് വെച്ചു ഇങ്ങോട്ട് വെച്ചു. ലാസ്റ്റ് ഞാൻ ചൂസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തു. എനിക്കും അനിയത്തിക്കുള്ള ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അമ്മക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. അമ്മക്ക് ആ കടയിലത്തെ ഡ്രസ്സ് അമ്മക്ക് അത്രയ്ക്ക് പറ്റിയില്ല. സോ നമ്മൾ വേറെ കടയ്ക്ക് പോകാമെന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് അമ്മക്ക് ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഫാൻസിയിലോട്ട് പോയി. കുറച്ച് മേടിക്കാനുണ്ടായിരുന്നു. അതായത് ബ്രേസ്ലെറ്റ് ആൻഡ് റിങ്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ മെഹന്തി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതും കൂടെ മേടിച്ചിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഒരു ബസ്സുണ്ടായിരുന്നു വീട്ടിലേക്കുള്ളത്. അപ്പോൾ സ്റ്റാൻഡിൽ പോയി ബസ്സിലൊക്കെ കയറി പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും. അങ്ങനെ നമ്മൾ കഴിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പൊരിഞ്ഞ വെയിലത്തായിരുന്നു തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും വീട്ടിലേക്ക് എത്തിയല്ലോ, അൽഹംദുലില്ലാഹ്. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. രാവിലെ 10:30 പോയതാണ്. ഇപ്പോൾ സമയം വന്നിട്ട് കൃത്യം 2 മണിയായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഡ്രസ്സ് എടുത്തു, എന്തൊക്കെയാണ് എടുത്തതെന്നൊക്കെ നമുക്ക് പെരുന്നാളിൻ്റെ ദിവസത്തെ വ്ളോഗിൽ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം ഒരുപാടായിട്ടുണ്ട്. നമുക്ക് വേഗം പോയി ഫുഡ് കഴിക്കാം. പിന്നെ ഈവനിങ് ഒരു 4 മണി സമയത്തൊക്കെ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു മൈലാഞ്ചി ഇട്ട് കൊടുക്കാനായിട്ട്. പെരുന്നാളായി കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള പരിപാടിയാണ് മൈലാഞ്ചി ഇടുക എന്നുള്ളതല്ലേ. അപ്പോൾ നമ്മൾ കുഞ്ഞുനാൾ മുതലേ എത്ര വലുതായാലും അതിനൊരു മാറ്റമില്ലല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം മൈലാഞ്ചി ഇട്ട് കൊടുക്കാനും അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് നടക്കാനും അതിലേറെ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്ക് മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുക്കാണ്. ഇനിയിപ്പോൾ ഇത് തന്നെയാണ്, കിടക്കുന്ന വരെ ആ കയ്യിലും ഈ കയ്യിലും ഒക്കെ അങ്ങോട്ട് ഇട്ട് നടക്കുക. എത്രയിട്ടും പൂതി മാറുന്നില്ല. ഇവിടെ എത്തി അതിലേറെ പ്രാർത്ഥിയാണ് കൈസ് മൈലാഞ്ചി. പിന്നെ അവൾ നെയ്ത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കയ്യിൽ ഞാനിട്ട് മറ്റേ കയ്യിൽ ഓളെ കൊണ്ട് ടെപ്പിക്കാന്ന് കരുതിയിട്ട് ഓളെ നെയ്ത്ത് വന്നിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്. ഇതാണ് ഞങ്ങളുടെ ഒരു ഈദ് പ്രിപ്പറേഷൻ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒന്ന് ഷോപ്പിംഗ്, അതേപോലെ തന്നെ മെഹന്തി ഇടുക, അങ്ങനെയൊക്കെ. മെയിൻ പരിപാടി നാളെ കേട്ടോ. നാളെ നേരത്തെ എണീക്കണം, ഫുഡ് ഉണ്ടാക്കണം, അതേപോലെ തന്നെ പുതിയ ഡ്രസ്സൊക്കെ മാറ്റി ഫോട്ടോസ് എടുക്കണം, കസിൻസിൻ്റെ വീട്ടിൽ പോകും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഉമ്മാൻ്റെ വീട്ടിലും പോകണം. അങ്ങനെയൊക്കെയാണ് നാളത്തെ പരിപാടി. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ പറയുന്നത് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. കാരണം ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ വീഡിയോയിൽ സൗണ്ട് ഉണ്ടായിരുന്നില്ല, പിന്നെ ഞാൻ നോട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അതാണ്. അപ്പോൾ അതൊരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും പെരുന്നാളൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പം നമ്മൾ പെരുന്നാളിന് തലേദിവസം എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇത്രേ ഉള്ളൂ.